ഓൾ റൈറ്റ്. സോ യൂട്യൂബ് 1,000,000 വ്യൂസിന് എത്ര രൂപ കൊടുക്കും? അല്ലെങ്കിൽ 10,00,000 വ്യൂസ് ഒരാളുടെ ഒരു ചാനലിനോ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എത്ര രൂപ കൊടുക്കും എന്നുള്ളതിൻ്റെ എക്സാക്ട് ഫിഗറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ചാനൽ കൂടാതെ വേറെയും കുറേയധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു മലയാളം ടെക് ചാനലും ഉണ്ട്, ഒരു ഇംഗ്ലീഷ് ചാനലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഡിഫറൻസ്, ദ കൈൻഡ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ഫിഗർ ദാറ്റ് യു ക്യാൻ മേക്ക് പെർ മില്യൺ വ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം ഡിഫറൻ്റ് ആണ്. ആൻഡ് ഐം പ്രിറ്റി ഷുവർ നിങ്ങൾ ആ ഒരു ഫിഗർ കണ്ടു കഴിയുമ്പോൾ നിങ്ങളും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് ആഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് യൂട്യൂബ് പ്രീമിയം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ആഡ് വരുമല്ലേ. ആൻഡ് ഈ ഒരു ആഡ് കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ പുറകിലുള്ള ഏതാണോ യൂട്യൂബർ അവർക്ക് കുറച്ച് ക്യാഷ് കിട്ടും. സോ ദാറ്റ്സ് ബേസിക്കലി ഹൗ ദിസ് യൂട്യൂബ് ആഡ് തിങ്സ് വർക്ക്സ്. അപ്പോൾ ഈ ഒരു 10,00,000 വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയാൻ നിങ്ങളിൽ കുറേയധികം ആൾക്കാരെങ്കിലും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അഗെയിൻ ഈ ഒരു യൂട്യൂബിൽ നിന്ന് എത്ര രൂപ പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ആൾക്കാർ എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, ലൈക്ക് ദ ലൊക്കേഷൻ, അവരുടെ ഏജ്, പിന്നെ ആ ഒരു വീഡിയോയുടെ ടോപ്പിക് അല്ലെങ്കിൽ നീഷ്, അങ്ങനെ കുറേയധികം ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ മലയാളം ചാനലിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെജോറിറ്റി വ്യൂവേഴ്സ് വരുന്നത് കേരളത്തിൽ നിന്നാണ്, ഒബ്വിയസ്ലി ഇന്ത്യയിൽ നിന്ന്. ആൻഡ് പിന്നെ കുറച്ചധികം വ്യൂവേഴ്സ് നമുക്ക് ഈ GCC കൺട്രീസിൽ നിന്നുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ചാനലിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെജോറിറ്റി ഓഫ് വ്യൂവേഴ്സ് വരുന്നത് ഒബ്വിയസ്ലി ഇന്ത്യ ഉണ്ട്. എന്നാൽ നമുക്കൊരു ഗുഡ് ഷെയർ ഓഫ് ഒരു ഒരു ട്രാഫിക് വരുന്നത് US, UK പോലത്തെ അല്ലെങ്കിൽ Tier 1 കൺട്രീസിൽ നമുക്ക് കുറേയധികം ട്രാഫിക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ചാനൽ തമ്മിലുള്ള ഒരു ഏർണിങ്സിൻ്റെ ഡിഫറൻസ് ഭയങ്കര അധികം ഡ്രാസ്റ്റിക് ആയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഫിഗേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും സർപ്രൈസ് ആയിരിക്കാൻ റെഡി ആയിക്കോ. സോ ലെറ്റ് ജംപ് ഇൻ. ഓൾ റൈറ്റ്. സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മലയാളം ടെക് യൂട്യൂബ് ചാനലിൻ്റെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ അനലിറ്റിക്സിലേക്ക് മൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ചാനൽ ആക്ച്വലി മോണിറ്റൈസ്ഡ് ആണ് ആൻഡ് ഹാസ് ഗോട്ട് മോർ ദാൻ 1 million വ്യൂസ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡേറ്റ് സെലക്ടറിൽ ചെന്നിട്ട് ലൈഫ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സോ ലെറ്റ്സ് വെയിറ്റ്. ആൻഡ് നമുക്കിപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് മോർ ദാൻ 2.2 million വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഓഫ് ദ ലൈഫ് ടൈം ഓഫ് ദിസ് ചാനൽ. ഓക്കെ, ആൻഡ് ഇതിന് വേണ്ടി നമുക്ക് സോഫാർ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $504 ആണ്. അപ്പോൾ നമ്മൾ 504 ഡിവൈഡഡ് ബൈ 2.2 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും $229 ആണ് ഒരു മലയാളം ടെക് ചാനൽ പെർ മില്യൺ വ്യൂസിന് കിട്ടുന്നുള്ളത്. ആൻഡ് ഈ ഒരു ചാനൽ ഞാനിപ്പോൾ കണ്ടന്റ് ഒന്നും ആക്റ്റീവ്ലി പോസ്റ്റ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. എനി വിച്ച് വൈസ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഈ $229 ഇൻ USD ഇൻ INR എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 20,061 റുപ്പീസാണ് നമുക്ക് പെർ മില്യൺ വ്യൂസിന് ഒരു മലയാളം ചാനലിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് മണി ദറ്റ് യു കൻ എക്സ്പെക്ട് ടു മേക്ക് ഫ്രം എ ചാനൽ ഇൻ മലയാളം വെർ മെജോറിറ്റി ഓഫ് യുവർ ഓഡിയൻസ് ഇസ് ഫ്രം കേരള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റീജിയണൽ ലാംഗ്വേജിലുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത്. ഇനിയാണ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇനിയിപ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ മറ്റേ ചാനൽ, അതായത് ഇംഗ്ലീഷ് ചാനലിൻ്റെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് പെർ മില്യൺ വ്യൂസിന് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മലയാളം യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $229 ആണ്, അല്ലെങ്കിൽ 20,000 റുപ്പീസാണ് പെർ മില്യൺ വ്യൂസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കീപ് നോട്ട് ഓഫ് ദാറ്റ് വൺ. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മറ്റേ ചാനലിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓൾ റൈറ്റ്. സോ ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ്. ആൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിലുള്ളൊരു ചാനലാണ്. ആൻഡ് ഇനി ഈ ഒരു ചാനലിൻ്റെ ഞാൻ അനലിറ്റിക്സിലേക്ക് മൂവ് ചെയ്യാം. ഈ അനലിറ്റിക്സിലേക്ക് മൂവ് ചെയ്തിട്ട് ഞാൻ ലെറ്റ്സ് പുട്ട് ഇറ്റ് ആസ് ലൈഫ് ടൈം. ആൻഡ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോർ ദ ലൈഫ് ടൈം ഓഫ് ദിസ് ചാനൽ നമുക്ക് 1.1 million വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആസ് ഫാർ ആസ് ദ ഏർണിങ്സ് ഇസ് കൺസേൺ ഇറ്റ് ഈസ് $3,910. ലൈക്ക് ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ 1.1 ആണ്. അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് കൺവേർട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 3910 ഡിവൈഡ് ബൈ 1.1, അപ്പോൾ $3,554 അല്ലെങ്കിൽ $3,500 ആണ് പെർ മില്യൺ വ്യൂസിന് നമുക്ക് ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ഇത് ഞാൻ ചെന്നിട്ട് USD to INR കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3,11,000 റുപ്പീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 3,10,000 രൂപ ഫോർ ദ സെയിം കൈൻഡ് ഓഫ് വ്യൂസ്. അപ്പോൾ ഈ ഒരു മലയാളം ചാനലും ഈ ഒരു ഇംഗ്ലീഷ് ചാനലിൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ചാനലിലും പെർ മില്യൺ വ്യൂസിന് കിട്ടുന്ന ഫിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ചാനൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 20,000 റുപ്പീസാണ്. വേറാസ് ഇംഗ്ലീഷ് ചാനൽ കിട്ടുന്നത് വെച്ചാൽ 3,11,000 റുപ്പീസാണ്. ലുക്ക് അറ്റ് ദ ഡ്രാസ്റ്റിക് ഡിഫറൻസ്. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫോർ ദ സെയിം കൈൻഡ് ഓഫ് വ്യൂസ് ഓർ ദ സെയിം നമ്പർ ഓഫ് വ്യൂസ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 15 times മോർ മണിയാണ് വെൻ കമ്പയർഡ് ടു എ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് 1 million വ്യൂസിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് ചാനലിൽ, അതായത് കുറേയധികം Tier 1 കൺട്രീസിന് വ്യൂവർഷിപ്പ് ഉള്ളൊരു ചാനലിന് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്കൊരു മലയാളം ചാനലിൽ കിട്ടണമെങ്കിൽ അതിന് മോർ ദാൻ 15 million വ്യൂസ് കിട്ടണം. സോ ദാറ്റ്സ് ദി കൈൻഡ് ഓഫ് ഡ്രാസ്റ്റിക് ഡിഫറൻസ് ദാറ്റ് യു സീ റൈറ്റ് ഹിയർ. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ജസ്റ്റ് 1 million വ്യൂസിന് മലയാളത്തിൽ നമുക്ക് 20,000 രൂപ കിട്ടിയ സ്ഥലത്ത് ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ നമുക്ക് 3,11,000 റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇനിയിപ്പോൾ ഇത് ഈ ഒരു യൂട്യൂബ് ആഡ്സിൻ്റെ കേസിൽ മാത്രമല്ല, ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് ആയിക്കോട്ടെ, ബ്രാൻഡ് ഡീൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഫിലിയേറ്റ് ഡീൽസ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും നമുക്കൊരു ഇംഗ്ലീഷ് വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ ഗ്ലോബൽ ഓഡിയൻസ് ഉള്ള ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി ഭയങ്കരധികം ഹയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ രണ്ട് ചാനലിൻ്റെ RPM ഫിഗേഴ്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഡിഫറൻസ് കാണാൻ പറ്റും. ഫോർ 1,000 വ്യൂസ്, അതായത് ഓരോ 1000 വ്യൂസിന് നമുക്ക് നമ്മുടെ മലയാളം ചാനലിൽ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $0.52 ആണ്. അത് 52 cents ആണ് നമുക്ക് നമ്മുടെ മലയാളം ചാനൽ RPM ആയിട്ട് കിട്ടുന്നത്.
അതേ സമയത്ത് നമ്മളുടെ ഇംഗ്ലീഷ് ചാനൽ നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ RPM കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $4 to $5 ആണ്. അതായത് ഓൾമോസ്റ്റ് ക്ലോസ് നോക്കുകയാണെങ്കിൽ അത്രയും കൈൻഡ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ആ ഒരു ഡിഫറൻസ് ഈ ഒരു RPM ഫിഗറിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസും കൊണ്ടാണ് നമുക്ക് ആക്ച്വലി അത്രയും ഡിഫറൻറ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഏർണിങ്സ് മലയാളം ചാനലിൽ നിന്നും ഇംഗ്ലീഷ് ചാനലിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും യൂട്യൂബ് എത്ര രൂപ പേ ചെയ്യും ഫോർ 1 million വ്യൂസ് അല്ലെങ്കിൽ 1 lakh വ്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു ചാനലിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ആ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് അതായത് കോണ്ടന്റ് ഒക്കെ ഉള്ള ഒരു ചാനലിന് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ബേസ് ലൈൻ ഫിഗേഴ്സൊക്കെ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ബൈ ദ വേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ബെസ്റ്റ് ടൈമാണ്. ആൻഡ് അതിൻ്റെ റീസൺസ് എന്താണെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് ക്ലിക്ക് ഓൺ ദി ഐ ബട്ടൺ അബവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യെസ് മേക്ക് ഷുർ ടു സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ.